ശാന്തി. ഇന്നലെ നമ്മൾ എന്താ കേട്ടത്? ബാബ തൻ്റെ ആത്മിക സ്മൃതിയിലിരുന്നുകൊണ്ട് ആ സ്മൃതി, ആ സ്ഥിതി എന്തെല്ലാം സേവനങ്ങൾ ചെയ്യിച്ചു അല്ലേ? മറ്റുള്ളവർക്ക് ബാബയുടെ മസ്തകത്തിൽ ജ്യോതി സ്വരൂപത്തിൻ്റെ ശിവബാബയുടെ വിശേഷ അനുഭവം, പവിത്ര വൈബ്രേഷൻ്റെ അനുഭവം അല്ലേ? ഓരോരുത്തരുടെയും ജീവിതത്തെ ബാബയുടെ സ്മൃതി, ആത്മിക സ്ഥിതി കുട്ടികളുടെ മാറ്റിമറിച്ചു. ബാക്കി ജഗദീഷ് ഭായ് പറയണത്. പിന്നൊരു ഉദാഹരണം, ഇസ്ലാം ധർമ്മത്തിൽപ്പെട്ട ഒരു കുമാരൻ ഗ്രൂപ്പിനോടൊപ്പം വന്നപ്പോൾ ബാബ എങ്ങനെയാണ് പെരുമാറിയത് അല്ലേ? പവിത്രാത്മാവിനെ ശ്രേഷ്ഠ സേവന കാര്യങ്ങളിൽ ബാബ എങ്ങനെ അവസരം കൊടുത്തു. അതായത് ബാബ ഒരിക്കലും ആരെയും ദേഹധർമ്മത്തിൽ നോക്കിയിട്ടില്ല. അതിന് മറ്റൊരു ഉദാഹരണം പറയണം. ബാബ പോപ്പ് ഭാരതത്തിലേക്ക് വന്ന സമയമായിരുന്നു. അപ്പോൾ ബാബ ഈ ന്യൂസ് അറിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ ധർമ്മത്തിൻ്റെ സർവോच्च അധികാരി ഭാരതത്തിലേക്ക് വരികയാണ്. പോപ്പ് വരുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ധാരാളം പാതിരിമാർ, അച്ഛന്മാർ, ധാരാളം പേര്, പള്ളിയിലച്ഛന്മാർ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ബാബയ്ക്ക് ഉടനെ സങ്കല്പം വന്നു, ആത്മദൃഷ്ടികോണിലവരെ കണ്ടുകൊണ്ട് ഇവർക്കെല്ലാവർക്കും സർവപ്രഥമ സഹജ രാജയോഗത്തെക്കുറിച്ചും ഈശ്വരീയ ജ്ഞാനത്തെക്കുറിച്ചും പരിചയപ്പെടുത്തി കൊടുക്കണം. നിരാകാരനായ പിതാ പരമേശ്വരൻ്റെ പരിചയം കൊടുക്കണം. ഉടൻ ബാബ അതിനുള്ള ഏർപ്പാട് ചെയ്തു. ബാബ ബോംബെയിലാണ് പോപ്പ് വരുന്നത്. അപ്പോൾ ബോംബെയിൽ ഈശ്വരീയ സേവാ കേന്ദ്രത്തിൽ ബാബ കുട്ടികൾക്ക് വിശേഷ നിർദ്ദേശങ്ങൾ കൊടുത്ത് പോപ്പിനും കൂടെയുള്ള എല്ലാവർക്കും ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ഗിഫ്റ്റുകൾ ശിവബാബയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. എന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിരാകാരനായ ശിവബാബയുടെ പരിചയം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് പോപ്പിനോടൊപ്പം വന്ന എല്ലാവരുടെയും മംഗളം ചെയ്യും. ഇപ്രകാരം ബ്രഹ്മബാബ സർവധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളുടെ സേവനത്തിനുള്ള അവസരങ്ങളെ വളരെ സ്നേഹത്തോടു കൂടി ആ ആത്മാക്കളുടെ മംഗളത്തിനായി പ്രയത്നിച്ചു. അതേപോലെ ഏത് ധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളെയും ബാബ ആത്മീയ ബന്ധത്തിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ ലൗകിക ബന്ധുക്കൾ, ദേഹവുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരോടൊപ്പം ബാബ ആത്മീയ സംബന്ധത്തിലേ ഇടപഴകിയിട്ടുള്ളൂ. ആത്മീയ ബന്ധത്തിലേ അവരെ കണ്ടിട്ടുള്ളൂ. എല്ലാവരെയും ബാബ കുട്ടികളെ എന്നാണ് വിളിച്ചിരുന്നത്. ഇതിലൂടെ എല്ലാം സ്പഷ്ടമാകുന്ന കാര്യം എന്താണ്? ബാബ ദേഹസംബന്ധങ്ങളെയും ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ദേഹം, ദേഹത്തിൻ്റെ ലോകം, ദേഹധർമ്മം ഇതിൽ നിന്നെല്ലാം ഉപരിയായി
ആത്മസ്വരൂപത്തിലേക്ക് സ്ഥിതി ചെയ്തുകൊണ്ടാണ് ബാബ കാണുകയും ഇടപഴകുകയും ചെയ്തിരുന്നത്. और ये शिव बाबा के साथ മാത്രമല്ല, ബാബയ്ക്ക് അതിനാൽ തന്നെ ശിവബാബയുമായി ഇടമുറിയാത്ത സംബന്ധം കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിരുന്നു. കാരണം ബാബ സ്വയം സദാ ആത്മബോധത്തിലായിരുന്നതിനാൽ ശിവബാബയുമായി വളരെ നല്ല ഇടമുറിയാത്ത ബന്ധം ബ്രഹ്മബാബയ്ക്കുണ്ടായിരുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഈ ഈശ്വരീയ മഹാവാക്യത്തിന് അനുസൃതമായ ആത്മനിഷ്ഠ സ്ഥിതിയായിരുന്നു ബാബയുടേത്. അടുത്തത് ബാബയുടെ ഭാവം, ബാബയുടെ രൂപവും ഭാവവും എല്ലാം, ബാബയുടെ ഓരോ അംഗചലനങ്ങളും ദിവ്യ ചരിത്രം നിറഞ്ഞതായിരുന്നു. ഡിവൈനായിരുന്നു ബാബയുടെ അംഗവിക്ഷേപങ്ങളെല്ലാം തന്നെ. ചേഷ്ടകളെല്ലാം ആത്മീയ സ്നേഹം നിറഞ്ഞതായിരുന്നു. बाबा के जो चरित्र एक चलचित्र के रूप में, ഭായിജി പറയണേ, ബാബയുടെ ചിത്രം ഒരു സിനിമ പോലെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഒന്നിൻ്റെ പിന്നാലെ അടുത്ത ദൃശ്യം. सभी के सभी किसी न किसी दिव्य गुण का ही आलेख है. അതിലേതൊരു ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും ചലച്ചിത്രമാണ്. പൈസ പറയുന്ന അതിലേതൊരു ചിത്രം മുറിച്ച് നോക്കിയാലും എല്ലാ ചിത്രങ്ങൾക്കുള്ളിലും ബാബയുടെ ഏതെങ്കിലും ദിവ്യ ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. ബാബയുടെ നോട്ടം, ഭാവം, രൂപം, സംസാരം, അംഗചലനങ്ങളെല്ലാം, മുഖം, പുഞ്ചിരി എല്ലാം ദിവ്യത നിറഞ്ഞതായിരുന്നു. ഏതെങ്കിലും ഈശ്വരീയ കർത്തവ്യത്തിൻ്റെ പൂർത്തീകരണത്തിനോ ഏതെങ്കിലും ഒരു ഈശ്വരീയ സേവനത്തിന് നിമിത്തമോ ആയിരുന്നു ബാബയുടെ എല്ലാ ഭാവങ്ങളും. ഈശ്വരീയ സേവനം ഇല്ലാതെ ബാബയിൽ നിന്ന് ഒരു അംഗവിക്ഷേപങ്ങളും ഉണ്ടായിട്ടില്ല. പറയാം, ഒരു ചലനം പോലും ബാബയുടെ വൃഥാവിലുണ്ടായിട്ടില്ല. എല്ലാറ്റിലും എന്തെങ്കിലും ഒരു ഈശ്വരീയ സേവനം ഉണ്ടാകും. ബാബ നോക്കുകയാണെങ്കിൽ അത് ദൃഷ്ടിയിലൂടെ സായുജ്യം കൊടുക്കാനായിരിക്കും. വെറുതെ നോക്കില്ല ബാബ. ആത്മാക്കളുടെ മംഗളത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു ആ ദൃഷ്ടി. ഈശ്വരീയ സ്നേഹം കൊണ്ട് ബാബ നിറയ്ക്കുമായിരുന്നു ദൃഷ്ടിയിലൂടെ. ആരിൽ ബാബയുടെ ദൃഷ്ടി പതിഞ്ഞുവോ അവർക്ക് ദൃഷ്ടിയിലൂടെ സായുജ്യം കിട്ടിയ അനുഭൂതി ഉണ്ടായിരുന്നു. നമ്മളും എല്ലാവരെയും നോക്കും അല്ലേ? രാവിലെ മുതൽ നമ്മൾ എത്ര പേരെ കാണും, നോക്കും. നമ്മുടെ ഈ ദൃഷ്ടിയിലൂടെയും ആത്മീയ സ്നേഹത്തിൻ്റെ ഊർജമാണ് പ്രവഹിക്കേണ്ടത്. അത് നോക്കുമ്പോൾ ഒഴുകുന്നൊരു സാധനം മാത്രമല്ലല്ലോ. നിരന്തരം നമ്മൾ ആത്മീയ സ്മൃതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ദൃഷ്ടി വൃത്തിയിൽ നിന്ന് എല്ലാ ശുദ്ധ വൈബ്രേഷനെ ഒഴുകുകയുള്ളൂ. അപ്പം നമ്മൾ ആരെ നോക്കിയാലും അവർക്കെല്ലാം ഫീലാകും. ഞാനിവർക്ക് കൊടുക്കുകയാണ് പറഞ്ഞിട്ട് കൊടുക്കുകയല്ല, മറിച്ച് ആത്മീയമായ ഊർജം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ കൊടുക്കാൻ. വേറെ ഒന്നുമില്ല. വേറെ ഒന്നും നോക്കാനും കാണാനും എൻ്റെ പക്കലില്ല. ആരുടെ മേൽ ബാബയുടെ ദൃഷ്ടി പതിഞ്ഞുവോ അവർ സായുജ്യമടഞ്ഞിരുന്നു.
ഉറങ്ങിക്കിടന്നവർ ബാബയുടെ ദൃഷ്ടി കിട്ടി ഉണർന്നു. ബാബയുടെ ദൃഷ്ടിയിൽ എത്ര ശക്തി ഉണ്ടായിരുന്നു! ഏതൊരാത്മാവിനും യോഗത്തിൻ്റെ ആഴമാർന്ന അനുഭൂതിയിലേക്ക് കൊണ്ടുപോയി പരമാത്മ സ്നേഹത്തിൽ മുക്കിയെടുക്കുമായിരുന്നു ബാബ. അവർക്ക് യോഗാനുഭൂതിയിൽ അത്ഭുതകരമായ ശാന്തിയും ആനന്ദവും പ്രകാശവും അനുഭവപ്പെടുമായിരുന്നു ബാബയുടെ ദൃഷ്ടിയിൽ. बाबा के नेत्रों के कोने में ബാബയുടെ കണ്ണുകളുടെ കോണുകളിൽ कभी किसी को देखते समय कुछ रेखाएं उभर आती थी. ആരെ കാണുമ്പോഴും, ഓരോ ആത്മാവിനെ കാണുമ്പോഴും ബാബയുടെ നേത്രങ്ങൾക്കുള്ളിൽ ചില രേഖകൾ തെളിയുമായിരുന്നു. അതിൽ നിന്നറിയാമായിരുന്നു ബാബ എത്ര സ്നേഹവാത്സല്യം ആത്മാവിന് കൊടുക്കുകയാണ്. ബാബയുടെ ദൃഷ്ടി കിട്ടുന്നതോടുകൂടി ആ ആത്മാവിൽ നിന്ന് ദേഹബോധം, ദേഹത്തിൻ്റെ ഭാരം നീങ്ങുമായിരുന്നു. അതേപോലെ ആത്മാവ് സ്വയത്തെ ഒരു പ്രകാശത്തിൻ്റെ സമുദ്രത്തിലേക്ക്, ബാബയുടെ ദൃഷ്ടി കിട്ടുന്നതും സ്വയം ഞാനൊരു പ്രകാശ സമുദ്രത്തിൽ മുങ്ങുന്ന അനുഭവം ചെയ്യുമായിരുന്നു. और उसके सभी മോഹ, അവരുടെ ഉള്ളിൽ നിന്ന് മോഹം പൂർണ്ണമായും നീങ്ങുമായിരുന്നു, അറ്റാച്ച്മെൻറ്റ്. പകരം അവർക്ക് ഫീൽ ചെയ്തിരുന്നു ബാബയുടെ ദൃഷ്ടിയിൽ എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ആ നിറവ് ആത്മാവിന് അനുഭവപ്പെടുമായിരുന്നു. उस नयन मुलाकात में आत्मा में ये भाव, ബാബയുടെ ദൃഷ്ടിയിൽ ആത്മാക്കളുടെ ഉള്ളിൽ ഈ അനുഭൂതി ഉണ്ടായിരുന്നു. തുമേം പാക്കെ ഹംനെ ജഹാൻ പാലിയാ ഹെ, ജമീൻ തോ ജമീൻ ആസ്മാൻ പാലിയാ ഹെ. അങ്ങേ കിട്ടിയ ഞങ്ങൾക്ക് മുഴുവൻ ലോകവും സ്വന്തമായി. ഭൂമി മാത്രമല്ല, ആകാശം ഉൾപ്പെടെ സർവസ്വവും. കിട്ടാനായി ഒന്നും ഇനി ബാക്കിയില്ല എന്നൊരു അനുഭവം ബാബയുടെ ദൃഷ്ടിയിലൂടെ ആത്മാക്കൾക്ക് കിട്ടിയിരുന്നു. इस प्रकार बाबा का प्यार केवल प्यार ही नहीं, അതായത് ഭായിസാബ് പറയണേ, ഇപ്രകാരം ബാബ പകർന്നു നൽകിയിരുന്ന അലൗകിക സ്നേഹം അത് വെറും സ്നേഹമായിരുന്നില്ല. പിന്നെയോ ബാബ നൽകിയിരുന്നത് ജ്ഞാനം, യോഗം, സേവനത്തിനോടൊപ്പം. വെറും സ്നേഹം കൊടുത്ത ഒരാളെന്നല്ല പറയണേ. പിന്നെയോ ആ സ്നേഹം ജ്ഞാനം നിറഞ്ഞതായിരുന്നു, യോഗയുക്തമായിരുന്നു, സേവനവും അതിലുണ്ടായിരുന്നു. അതായിരുന്നു ബാബയുടെ സ്നേഹം. ജ്ഞാനി, യോഗി, സേവാധാരിയാക്കി മാറ്റുന്ന സ്നേഹമായിരുന്നു. ക്യോങ്കി ജैसे ജ്ഞാൻ മനുഷ്യക്ക് മോഹക്കോ, എന്തുകൊണ്ടെന്നാൽ ജ്ഞാനം കൊണ്ടാണ് ബാബ കുട്ടികളുടെ ഉള്ളിലെ മോഹം, അറ്റാച്ച്മെൻറ്റിനെ ഇല്ലാണ്ടാക്കിയത്. യോഗബലം കൊണ്ട് ഓരോരുത്തരെയും ദേഹത്തിൽ നിന്ന് വേർപെടുത്തി. സേവനങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആത്മാക്കളുടെ ഉള്ളിൽ ആത്മീയ സ്നേഹം ഉണരാൻ തുടങ്ങി. वैसे ही बाबा के प्यार की एक नज़र भी सभी काम एक साथ कर देते थे. ഇപ്രകാരം ബാബയുടെ ഒരു ദൃഷ്ടി തന്നെ ഓരോ ആത്മാവിനെയും ജ്ഞാനിയും യോഗിയും സേവാധാരിയും എല്ലാം ആക്കി തീർത്തു. തബി തോ കിസിനെ കഹ, അതുകൊണ്ടാണ് ഈശ്വരൻ്റെ മഹിമ ആരോ എഴുതിയത്, തൂ പ്യാർ കാ സാഗർ ഹേ, അങ്ങ് സ്നേഹസാഗരമാണ്.
തേരി ഏക് ബൂന്ത് കി പ്യാസെ ഹം. അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഒരു തുള്ളിക്കായിട്ടാണ് ഞാൻ ദാഹിച്ചത്. പക്ഷേ ബാബ തുള്ളിയല്ലല്ലോ തന്നെ, സ്വയം സ്നേഹസാഗരം തന്നെ വന്ന് അല്ലേ മക്കളുടേതായി മാറി. संसार में अन्य कोई हमें कभी प्यार से देखता है तो हम उसके प्यार का अनुभव तो करते हैं. ലോകത്തിലും മനുഷ്യർ നമ്മളെ സ്നേഹത്തോടെ നോക്കുമ്പോൾ നമുക്കവരുടെ സ്നേഹം അനുഭവപ്പെടാറുണ്ട്. പക്ഷേ അവരുടെ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നമ്മളാരും നഷ്ടമോഹയാകാറില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മൾ മുക്തരാക്കാറില്ല, സ്മൃതി സ്വരൂപരാക്കാറില്ല. അല്ലേ? അതേപോലെ നമ്മുടെ ഉള്ളിലെ സംശയങ്ങൾ നീങ്ങിക്കിട്ടാറില്ല. അഥ കഹ്ന ഹോഗ കി ബാബ ജബ് പ്യാർ കർത്തേ. യതീശ്വരി പറയണ, ഞാനത് എന്തിനാ പറയണമെന്ന് മനസ്സിലായില്ലേ? അതായത് ബാബയുടെ സ്നേഹത്തിൽ ആ സ്നേഹപൂർണമായ ദൃഷ്ടി വെറും സ്നേഹത്തിൻ്റെ ദൃഷ്ടിയായിരുന്നില്ല. അതിനോടൊപ്പം ബാബ ജ്ഞാനമൂർത്തിയും യോഗമൂർത്തിയും സേവാമൂർത്തിയും മംഗളകാരി മൂർത്തിയുമായിരുന്നത് കാരണം ബാബയുടെ രൂപം ആത്മാക്കളുടെ ഭാവത്തെ പരിവർത്തനപ്പെടുത്തുന്ന അത്ഭുതം ചെയ്തു. അതുകൊണ്ടാണ് ബാബയുടെ ദൃഷ്ടിക്ക് അല്ലെ ആത്മാക്കളുടെ ജീവിതത്തിൽ ഇത്രയും പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. വേ ഹാത്ത് ഉഠാക്കർ അപ്പനെ അങ്കുലിയോं के आगे से थोड़ा सा मोड़कर ബാബ കൈ നീട്ടി കുറച്ച് ദൂരെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെ സൂചന കൊടുത്തുകൊണ്ട് കൈ കാണിച്ച് ബാബ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ആ ആത്മാവ് ഓടി ബാബയുടെ അരികിലെത്തുമായിരുന്നു. കാരണം എന്താ? ആ ആത്മാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ബാബ വിളിക്കുന്ന മാത്രയിൽ ബാബയുടെ അരികിലെത്തണം. കാരണം ബാബ എനിക്ക് എന്ത് ഖജനാവാണോ തരാൻ ആഗ്രഹിച്ചത് അതെനിക്ക് നഷ്ടപ്പെടരുത് അല്പം പോലും. ബാബ വിളിക്കുന്ന മാത്രയിൽ ആത്മാക്കൾ ഓടിയെത്തി ബാബയുടെ കയ്യിൽ കൈ പിടിച്ച് ബാബയുടെ നെഞ്ചോട് ചേർന്ന് ആ ഈശ്വരീയ സുഖം അനുഭവിച്ച് ബാബയുടെ കൈകൾക്കുള്ളിലിരുന്നിട്ട് പിന്നെ ഒരു സെക്കൻഡെങ്കിലും അനുഭവം ചെയ്തിട്ടാണ് ബാബയോട് ചോദിക്കുക, ബാബ എന്തിനാ വിളിച്ചത്? ആദ്യം ഈ അലൗകിക അനുഭവം, അതിനുശേഷമാണ് ബാബയോട് കാര്യം ചോദിക്കുക. ബാബ എന്തെങ്കിലും സേവനമുണ്ടോ? എന്ത് സേവനത്തിന്? കാരണം ബാബ ഒരു ആത്മാവിനെ വിളിക്കുകയാണെങ്കിൽ അറിയാം എന്തെങ്കിലും സേവനം ഏൽപ്പിക്കാനാണ്. പക്ഷെ ആദ്യം ബാബയിൽ നിന്ന് ഈ അലൗകിക അനുഭൂതി എടുത്തതിന് ശേഷമേ കുട്ടികൾ ചോദിക്കുക, ബാബ എന്താ സേവനം? പറയൂ ബാബ. പരന്തു പെഹ്ലെ തോ വോ ബാബ കി, പക്ഷെ ആദ്യം അവർ ബാബയുടെ മധുരമായ പുഞ്ചിരിയും ദൃഷ്ടിയും ആത്മീയ മിലനത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കും. യദി വോ സായം കാ സമയ ഹോത്താ തോ ദിൻ ഭർ കി, സന്ധ്യാസമയത്താണ് ഇങ്ങനെ ബാബയുടെ അരികിലെത്താൻ കഴിഞ്ഞതെങ്കിൽ രാവിലെ മുതൽ വൈകുന്നവരെ ഉണ്ടായിരുന്ന ക്ഷീണം മുഴുവൻ ബാബയുടെ അരികിലെത്തി ബാബയുടെ ദൃഷ്ടി എടുക്കുന്നതോടെ അവരുടെ ക്ഷീണം മുഴുവൻ പോയിരുന്നു. ഇനി പ്രഭാതത്തിലാണ് ഒരു ആത്മാവിന് ഇപ്രകാരം ബാബയുടെ അരികിലെത്താൻ കഴിഞ്ഞതെങ്കിൽ മുഴുവൻ ദിവസത്തേക്ക് വേണ്ടുന്ന ഉണർവും ഉത്സാഹവും ശക്തിയും മല വേണമെങ്കിലും ചുമക്കാനുള്ള അത്ര കരുത്ത് ബാബയിൽ നിന്ന് ആ ആത്മാവിൻ്റെ ഉള്ളിൽ അത്ര ശക്തിയും ക്ഷമതയും നിറയുമായിരുന്നു. സാധാരണ മണ്ണുകൊണ്ടുണ്ടാക്കിയ മൺപാത്രം ഫ്ലവർ വേസായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സുന്ദരമായ ഡിസൈൻ, അതിൽ നിറച്ചു വെച്ചിരിക്കുന്ന പൂക്കൾ, അതൊരു മുറിയുടെ ശോഭ വർദ്ധിപ്പിക്കാൻ വേണ്ടി
ഫ്ലവർ വേസായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേ മൺകുടം ചൂടുകാലത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് വെള്ളം തണുപ്പിച്ചിട്ട് ദാഹവും ശമിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെയായിരുന്നു ബാബയുടെ ശരീരം. 5 തത്വങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കപ്പെട്ടതാണെങ്കിലും അതിന് കാന്തം പോലെയുള്ള ഒരാകർഷണമായിരുന്നു. ആത്മാക്കളിൽ ആത്മീയമായ ഒരാകർഷണം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ബാബയുടെ സ്പർശനം കൊണ്ട് തന്നെ ആത്മാവിലേക്ക് ശീതളത നിറയുമായിരുന്നു. ഓരോ ആത്മാക്കൾക്കും തോന്നുമായിരുന്നു ബാബയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും പുഞ്ചിരിയുണ്ടെന്ന്. ആ ദിവ്യ അനുഭൂതി ഓരോ ആത്മാവിനും കിട്ടിയിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെയും പ്രേമത്തിൻ്റെയും അത്ഭുതകരമായ ഒരു സന്തുലനമായിരുന്നു ബാബയിൽ. രണ്ടും കൂടി ചേർന്നതായിരുന്നു ബാബ. ജ്ഞാനവും പ്രേമവും കൂടി ചേർന്നാൽ എങ്ങനെയുണ്ടാവും? അതിൻ്റെ പേരാണ് ബ്രഹ്മബാബ. ജ്ഞാനത്തിൻ്റെ വളരെ ആഴം ബാബയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ബാബയുടെ ജീവിതത്തിലെ ജ്ഞാനത്തിലെ ഓരോ വണ്ടർഫുള്ളായിട്ടുള്ള പോയിൻറ്റും ബാബയുടെ ജീവിതത്തിൽ അത്ര ലഹരിയും തിളക്കവും തേജസ്സും ഓജസ്സും പകർന്നു കൊടുത്തത്. വിലയേറിയ ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് ബാബ പകരുമ്പോഴും ഒരു ഡ്രൈ ജ്ഞാനിയായിരുന്നില്ല ബാബ. ഉണങ്ങിയ ജ്ഞാനിയായിരുന്നില്ല. പിന്നെയോ ബാബ സ്നേഹത്തിൻ്റെ കോട്ടിങ്ങോട് കൂടിയിട്ടാണ് ആ ജ്ഞാനം പകർന്നു തന്നിരുന്നത്. അതുകൊണ്ട് ബാബ ജ്ഞാനം പറയുമ്പോൾ ആർക്കും അതൊരു ഉണക്കജ്ഞാനം പോലെ തോന്നുമായിരുന്നില്ല പറയണ ജഗദീഷ് ഭായ്. ബാബ ജ്ഞാനം നൽകുന്നത് സ്നേഹത്തിൽ പൊതിഞ്ഞായിരുന്നത് കൊണ്ട് ജ്ഞാനം കേൾക്കാനും അത്രയധികം കുട്ടികൾക്ക് സന്തോഷമായിരുന്നു. ഏത് ജ്ഞാന പോയിൻറ്റും പ്രേമപൂർണമായിട്ടാണ് ബാബ പകർന്നു കൊടുത്തിരുന്നത്. അതായത് ബാബ ജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ മക്കൾക്ക് തോന്നും ഒരു പ്രേമത്തിൻ്റെ അരുവി ഒഴുകി വരികയാണ്. അതെൻ്റെ ജീവിതത്തെ കുളിർമയുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ജ്ഞാനവും പ്രേമവും ബാബയുടെ ഉള്ളിൽ ഇഴുകിച്ചേർന്നിരുന്നു. രണ്ടും രണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. സ്നേഹം വേറെ, പ്രേമം വേറെ. പ്രേമത്തിൽ പൊതിഞ്ഞ സ്നേഹം അല്ലേ? സ്നേഹിച്ചിരുന്നത് ബാബ ജ്ഞാനയുക്തമായിട്ടായിരുന്നു. ജ്ഞാനയുക്ത സ്നേഹമായിരുന്നു ബാബയുടേത്. പ്രേമയുക്ത ജ്ഞാനമായിരുന്നു ബാബയുടേത്. ഇപ്രകാര ജ്ഞാനവും സ്നേഹവും ബാബയിൽ ഇഴുകിച്ചേർന്നതായിരുന്നു. അതുകൊണ്ട് ആര് ബാബയുടെ സമ്പർക്കത്തിൽ വന്നാലും ഇടപഴകുന്നവർക്ക് സംശയം തോന്നും, ബാബയിൽ സ്നേഹമാണോ കൂടുതൽ ജ്ഞാനമാണോ? ചിലർക്ക് തോന്നും സ്നേഹമാണ് ജാസ്തി എന്ന്, ചിലർക്ക് തോന്നും ബാബയിൽ ജ്ഞാനമാണ് ജാസ്തി എന്ന്. അത് അവരവരുടെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം മാത്രമാണ്. യഥാർത്ഥത്തിൽ ബാബയിൽ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ പ്രേമപൂർണമായിട്ടായിരുന്നു. ബാബയുടെ പ്രേമം ജ്ഞാനയുക്തവുമായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ആത്മാവിനും തങ്ങളുടെ ജീവിതം പവിത്രവും യോഗി ജീവിതവുമാക്കി മാറ്റാൻ കഴിഞ്ഞത്. ബാബയുമായി ഇടപഴകുന്നവർ ജ്ഞാനി യോഗിയായി മാറിയത്, പവിത്രവും യോഗി ജീവിതവുമാക്കി തീർത്തു ഓരോരുത്തരും. കാരണം ജ്ഞാനം ബാബ പ്രേമപൂർണമായിട്ട് നൽകി, പ്രേമം ബാബ ജ്ഞാനയുക്തമായിട്ട് നൽകി. ഇതൊരു വലിയ പാഠമല്ലേ? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ജ്ഞാനം പ്രേമപൂർണമായിരിക്കണം, പ്രേമം ജ്ഞാനയുക്തമായിട്ടായിരിക്കണം.
ഇല്ലെങ്കിൽ അല്ലേ അടിതെറ്റും നമുക്ക്. ഡ്രൈ ജ്ഞാനം കൊണ്ടും അല്ലേ, ചിലരുണ്ട് ജ്ഞാനത്തിൻ്റെ വലിയ വലിയ പോയിന്റുകൾ തലയ്ക്കെടുത്തുകൊണ്ട് നടക്കും. പക്ഷേ അത് പ്രേമപൂർണ്ണ അല്ലെങ്കിൽ തനിക്കും കഷ്ടമാണ്, മറ്റുള്ളവർക്കും കഷ്ടമാണ്. അതേപോലെ സ്നേഹം, വെറുതെ ആരെങ്കിലും സ്നേഹിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടും. അത് സ്വാർത്ഥമായി പോവും, ലൗകികമായി പോവും, അറ്റാച്ച്മെൻറ്റിലേക്ക് നയിക്കും, അശുദ്ധിയാകും. അത് പലതരത്തിലുള്ള വികരാള രൂപം, വികാരത്തിൻ്റെ രൂപം, ദുർഗന്ധം ഉണ്ടാക്കും. ജ്ഞാനയുക്തമായിരിക്കുന്ന സ്നേഹം, ആരെയും യോഗിയാക്കുക, യോഗ്യരാക്കുക, പവിത്രരാക്കുക, അതിനാണ് ജ്ഞാനവും യോഗവും ബാബ തന്നത്. നമ്മുടെ ജീവിതത്തിലും ആ ലക്ഷ്യം വെച്ച് നമുക്കും ബാബ ഈ ജ്ഞാനവും യോഗവും തന്നു. എൻ്റെ ജീവിതവും പവിത്രാകണം, യോഗി ജീവിതമാക്കണം. മറ്റുള്ളവർക്കും ഇത് പകർന്ന് സർവരുടെയും ജീവിതത്തെ പവിത്രവും യോഗി ജീവിതവുമാക്കി മാറ്റണം അല്ലേ. അല്ലാതെ വെറും സ്നേഹം കൊടുത്ത ആൾക്കാരെ നമ്മുടെ പിന്നാലെ അറ്റാച്ച്മെൻറ്റിൽ തൂക്കിയിടുക, വാലിയിൽ കെട്ടിക്കൊണ്ട് നടക്കാതല്ല. ഇനി ജ്ഞാനം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വലിയ പണ്ഡിതനെ പോലെ ജ്ഞാനം പറഞ്ഞു പക്ഷെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല. നമ്മൾ വെറും ജ്ഞാനം പറയുന്നവർ മാത്രവും ആക്കരുത്. ഇനി ജ്ഞാനം പകരുമ്പോഴും ബാബ എന്താ പറഞ്ഞേ അല്ലേ, അത് വെറുതെ ഡ്രൈ പോയിന്റുകളും ആക്കരുത്. കാരണം ഇത് ജ്ഞാനസാഗരത്തുനിന്ന് വരുന്നതാണ്, സ്നേഹക്കടലായ ബാബ ഒഴുക്കിത്തരുന്നതാണ്. നമ്മുടെ അച്ഛൻ നമ്മളോട് പറയണ കാര്യമാണ് അല്ലേ. അവിടെ നമ്മളും ബാബയുടെ ഈ കാര്യം മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ കൊടുക്കണം. ഓം ശാന്തി. ആദിദേവ ചരിതം അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ബാബയുടെ ശിക്ഷണങ്ങളും പാഠങ്ങളും അല്ലേ വളരെ ആഴമേറിയത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മബാബയ്ക്ക് സമാനായി തീരാൻ ബാബ നമ്മളെ കൈപിടിച്ചുയർത്തുന്ന പോലെയാണല്ലേ. ഓം ശാന്തി. दूरा